ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളെ വീഡിയോയുടെ കണ്ടെന്ന് പറഞ്ഞാൽ വാട്സിൻ്റെ ബാഗ്. പക്ഷെ അത് ആരുടെ ബാഗാന്ന് നിങ്ങൾക്ക് അറിയോ? ആ ഉടമയ്ക്ക് പോലും അറിയത്തില്ല ഇന്ന് ആരുടെ ബാഗാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മളെ റൂമിലെ സീനിയറുടെ ബാഗാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബാഗാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അവിടെ കൊണ്ടുപോകണം, കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗാണ്. ഫസ്റ്റ് നമുക്ക് കൊച്ചർ ഓപ്പൺ ചെയ്യാം. നമുക്ക് അറിയാത്ത സാധനം എന്തോന്നാന്ന് തോന്നി. ഇത് പുള്ളിക്കാരി തലയിൽ കുത്തിക്കോണ സാധനം കേട്ടോ. ലൈക്ക് ഇതേപോലെ ഡാർക്ക് ഫാന്റസി കുറച്ച് മിഠായി പ്രേമിയാണ്. ചോക്ലേറ്റ് മത്തൊടിച്ചൊരു കൊച്ചാണത്. ഇത് വൈറ്റ് പഠിക്കാൻ പോണ കൊച്ചാണ് ഗൈസ്. ഒരുങ്ങാണ സാധനങ്ങൾ കാണുന്നില്ല. വൈറ്റോ ഒരുങ്ങാണ സാധനങ്ങൾ തിന്നാൻ പഠിക്കാനാണ് ഇത് പോകുന്നത്. അറിയാ അടുത്ത് നമുക്ക് അടുത്ത അറ തുറന്നു നോക്കാം ഗൈസ്. ഈ അറ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവോ? എന്റെ അമ്മോ, സൂ ആണോ ഗൈസ്? ഒരു പാവം കുഞ്ഞിനാമയെ കൊണ്ടാണ് അവൾ നടക്കുന്നത്. എനിക്കൊന്ന് കിൻഡർ ജോയ് എന്നൊക്കെ ഫ്രീ കിട്ടുന്നതായിരുന്നു തോന്നുന്നു. അതെ അതെ. റൂമിലെ സീനിയറാണ്. നോക്കിയാണ് കുഞ്ഞു മനസ്സാണ്. ആമയും കൊണ്ടാണ് നടക്കുന്നത്. അതാണ്. പിന്നെ പഠിക്കുന്ന കുട്ടിയായോണ്ട് ഒരു പെണ്ണുണ്ട്. പിന്നെ ഒരു എന്ത് കാറാണിത്? രോഗിയാണ്. ഗുളികയുടെ കവറും കുറച്ച് ഗുളിക കാര്യങ്ങളൊക്കെ. ബസ് ടിക്കറ്റ് എന്തോ കഴിച്ച ഓക്കെ. ഇത് ഇത്രയാണ് ഈ കുഞ്ഞുറയിലുള്ളത്. ഇനി നെക്സ്റ്റ് ഓറ തുറന്നു നോക്കാം. സമ്മതിക്കാം, നമ്മൾ കുഞ്ഞുറതിന്റെ നമ്മളെ ആമേനെ അവരെടുത്ത് ഇനി എന്തിനു വേണം? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഓറ തുറക്കാം. ഇനി നമുക്കൊരു വലിയ ഉറക്കാം. ഇതൊക്കെയാണ് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. പ്രധാനമായി ഫുഡാണ്. ഇവിടെ മെസ്സിലാണ്, ഹോസ്റ്റലാണ്. മെസ്സിൽ പോയിട്ട് കഴിക്കണം. അപ്പൊ പാത്രം കൊണ്ടുപോകണം. അടുത്തതാണ് ഗൈസ് നിങ്ങൾ നേട്ടാൻ പോകുന്നത്. പൗഡർ ഇല്ലാത്ത പ്രസ്ഥാനത്തൊക്കെ ഒരു ജീവിതമില്ല. ഫുൾ ടൈം വേണം. കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് ഐ ഡി കാർഡ്. പിന്നെന്തുവാ? ഒരു ക്യാമലിന്റെ കളർ പെൻസിൽ. പിന്നെ കൊച്ചിന് ചെറിയ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. കണ്ണാടി. തീപ്പെട്ടി. സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അടുത്തൊരു വാലറ്റ് ആണ്. അത് തുറന്നു നോക്കാം എന്തൊക്കെ. പേഴ്സ് നമുക്ക് എന്തൊക്കെ നോക്കാം. അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തോ ഒരു ഐലൈനർ. സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ച ന്യൂഡ് കളറ് ഒരു ലിപ്സ്റ്റിക് ആണുള്ളത്. പിന്നെ എന്തോ ഒരു മരുന്ന് കണ്ണിലൊഴിക്കുന്നതാന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ എന്തിനാണെന്ന് അറിയത്തില്ല. ഐലൈനർ ഉണ്ട് ഗൈസ്, ഐലൈനർ. പിന്നെ ഒരു ഗോലി നൂല്. ഇതൊക്കെ എന്തിനാ കൊണ്ടുപോണ? ഇത്രയും കൊണ്ടുപോകണോണ്ടറിയോ. പിന്നെ നെക്സ്റ്റ് വണ്ണില് ഒരുപാട് മരുന്ന് ഗുളി കവറുകളും കാര്യങ്ങളും. പിന്നെ എന്തൊക്കെയോ പേപ്പറുകളൊക്കെ ഉണ്ട്. മരുന്ന് ഇതൊക്കെ. എന്തായാലും ഈ ഒരു കൊച്ചു പൈസ ലോകം തന്നെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു കവറാണ്. ലാബിലേക്ക് സ്റ്റുഡന്റ് ആണ്. നെക്സ്റ്റ് ഇനി ഒരു ചീപ്പ്. അതെല്ലാവരും കൈക്കാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഓറ തുറന്നിട്ടുണ്ടേ. ബുക്ക്. ചൊറിച്ചിലിടുന്നതാണ്. കുളിക്കത്തില്ല. ഈ ലിപ്സ്റ്റിക്കും പൗഡറും കൊണ്ടാണ് കുളിക്കാറേ ഇല്ല. സംഭവം ഈ ചൂടൊക്കെ അല്ലായിരുന്നു. അപ്പൊ ഉയർത്തിട്ടിടാൻ വേണ്ടിട്ട് പുള്ളിക്കാരുടെ നൈസിൽ പൗഡർ. പിന്നെ ഒരു പൗച്ച്. പ്രത്യേകിച്ചൊന്നുമല്ല. പെൻസിൽ, അതുപോലെ തന്നെ പെൻസിൽ, പേന, കളറ്, കോമ്പസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അടുത്തതും വീണ്ടും ഒരു ബുക്ക് തന്നെയാണ്. നമ്മളുടെ കോളേജ് ബുക്ക് കൊണ്ടുവച്ചിട്ട് ഗ്രേസ് കോളേജ്. പിന്നെ
ഓറഞ്ച് ആണ്. അപ്പം തീറ്റും കുടിയും നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് ക്ലാസ്സിൽ. എല്ലാം ഉണ്ട് ഈ ബാഗിൽ, എല്ലാം ഉണ്ട്. പക്ഷെ എന്താണ് സ്മെല്ല്? ഓറഞ്ച് അല്ല, ഓറഞ്ച് നല്ല നല്ല മണമല്ലേ? പഴമുണ്ട്. പഴം പഞ്ഞലായില്ല, പക്ഷെ ഒരു പഞ്ഞലായതിന്റെ സ്മെല്ലാ. എന്തായിരിക്കും? എന്താണത്? കയ്യിൽ പറ്റുന്നുണ്ട്. സംഭവം ഗൈസ് കണ്ടുപിടിച്ചു ഗൈസ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ബാഗ് തുറക്കാത്ത കുട്ടിയാന്ന് മനസ്സിലാക്കാം. ഇത് കളഞ്ഞേരെ. അത്രേ ഉള്ളൂ. ഇന്ന് റുസാനയുടെ ബാഗേ ഉള്ളത്. ഈ കുഞ്ഞു ബാഗിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ആമ മുതൽ പഴം വരെ ഉണ്ടായിരുന്നു. പഴത്തൊലി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ബാഗെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അത് ഇതിനടുത്ത് തന്നെ നമ്മൾ ഒരു സംശയം കൂടാതെ വെച്ചിട്ടുണ്ട്. റുസാനത്തേക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മൾ ബാഗ് എടുത്ത് ഇങ്ങനെ നോക്കിയ കാര്യം അറിഞ്ഞാ എന്താണ് റെസ്പോൺസ് ഒന്നും അറിയത്തില്ല, ഒന്നും പറയത്തില്ല. എന്നാലും ഇതുവരെ അറിഞ്ഞിട്ടില്ല ആള്. പുള്ളിക്കാരി ഇപ്പോൾ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ട് വീടിനെ പോയൊക്കെയാണ്. ട്രിവാൻഡ്രത്താണ് വീട്. നമ്മൾ ഇങ്ങനെ ഹോസ്റ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ റൂം നമ്പർ 5 ഉള്ളത്. 12 പേരുണ്ട് നമ്മളെ റൂമിൽ. അതിൽ സീനിയറായിട്ട് അവൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സീനിയർ ജൂനിയർ അങ്ങനെ തമ്മിലുള്ള ഒരു ഇതില്ല. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും പറഞ്ഞു, അപ്പോൾ എവിടെയെങ്കിലും പോവാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആദ്യമേ ഇറങ്ങി നിൽക്കുന്നത് സ്ഥലത്തായിരിക്കും. നമുക്ക് നല്ലൊരു എന്താ പറയുക, ഇങ്ങനത്തെ സീനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പലയിടത്തും നമ്മൾ പല വീഡിയോയിലും കാണാറുണ്ടല്ലോ, പക്ഷേ എല്ലായിടത്തും ഒരേപോലെ എന്ന് പറയുന്നില്ല. പലയിടത്തും സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. എന്തെങ്കിലും തെറ്റ് കാണിച്ചാ പക്ഷെ വഴക്ക് ചെയ്യും. അത് വേണം. നമ്മളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അയാൾ കൺട്രോൾ ചെയ്യാൻ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഇനി എങ്ങനെ പോകും നമുക്ക് തന്നെ അറിയത്തില്ല ആ ഒരു ഇത്. എന്നാലും വഴക്കുറങ്ങിയാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മറന്ന് നമ്മളെ അടുത്ത് ഇങ്ങോട്ട് തന്നെ വന്ന് സംസാരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ. ബൈ.